സുഹൃത്തുക്കളെ, ഇത് ഒരു പഴയ നായന്മാരെ വീടോട് കൂടെയുള്ള ഒരു 4 ഏക്കർ സ്ഥലമാണ്. വീട് പഴയൊരു വീടാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മേക്കപ്പ് ചെയ്താൽ വൃത്തിയാവും. ആണ് വീടിൻ്റെ ഡോറ് കണ്ടോ. അതേപോലെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഗ്രില്ലിട്ടിക്കാണ്. മേലെയൊക്കെ മരത്തിന്റെ കഴുക്കോലാണ് കണ്ടോ. ഇനി ഇതിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, നല്ല ബീമുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു വീട്. ഒരുപാട് റൂമുകളും വരാന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാവി ഇല്ലാത്തതിന്റെ പേരിൽ തുറന്നിട്ടില്ല. ഈ വീടിനൊരു പ്രത്യേക റേറ്റ് ഒന്നും ഇല്ലാതെ 4 ഏക്കർ സ്ഥലം കണ്ടോ. പുറത്തൊരു ഔട്ട് ഹൗസ് ഇതേമാതിരി ഉണ്ടോ. ഇതിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഈ വീട് കഴിഞ്ഞാൽ അതിങ്ങനെ മുറ്റായിട്ട് ഇങ്ങനെ കിടക്കാണ് കുറച്ച് ഭാഗം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മതില് പണ്ട് അവര് മുൻവശത്ത് അവർക്കൊരു പള്ളിയിലോ തോട്ടമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ ഗേറ്റ്. ഇങ്ങനെ ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇതിൽ 1 ഏക്കർ 60 സെന്റ് കവുങ്ങാണ്. 1 ഏക്കർ 60 സെന്റ്. ഇത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അല്ല, ഇത് വീടാണ്. വീട് റിപ്പയർ ചെയ്താൽ അടിപൊളിയായിട്ട് താമസിക്കാം. ഈ തോട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ആളുകൾക്കാണ് വെച്ചെങ്കിൽ ഇത് പണിക്കാർക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് വിശ്രമിക്കാനൊക്കെ അടിപൊളിയാക്കാൻ പറ്റും. ഈ തോട്ടത്തിന്റെ ഈ വളപ്പിന്റെ 4 ഭാഗത്തും വീടുകളാണ് കേട്ടോ. കണ്ടോ, ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തരാം. 4 ഭാഗത്തും വീടുകളാണ്. ഇതിന്റെ ചുറ്റുവശവും മുസ്ലിം വീടുകളാണുള്ളത്. പക്ഷെ മറ്റൊരു വീടുണ്ട്, മറ്റേ എല്ലാ സഹോദര സമുദായത്തിന്റെ ഒക്കെ വീടുണ്ട്. നല്ല സൗഹാർദ്ദത്തിലുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ ചെറുപ്പളശ്ശേരി മാങ്ങോട് മെഡിക്കൽ കോളേജിന്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ആണുള്ളത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നതാണിത്. സ്ഥലത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഇതിൽ തന്നെ ഈ വീടിന് ഒരു അടുക്കള കിണറുണ്ട്. അടുക്കള കിണർ വെള്ളം എല്ലാ സമയത്തും ഉണ്ടാകുന്ന സ്ഥലമാണ്. കണ്ടോ, അത് അടുക്കള കിണറാണ്. വെള്ളം നിറയെ നിൽക്കണത് ഉള്ള അടുക്കള കിണറാണ്. പിന്നെ അതിന്റെ പുറമെ നല്ലൊരു കുളമുണ്ട്. കുളത്തിന്റെ അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഇതവര് മറ്റേ മോട്ടറൊക്കെ വെക്കണ ഒരു സ്ഥലം ഉണ്ടായിരുന്നതാണ്. തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ അങ്ങനെയുള്ള ഏത് കൃഷി ചെയ്യാനും പറ്റും. ഇവിടെ വെള്ളം നന്നായിട്ട് കിട്ടുന്ന ഏരിയയാണ്. നല്ലതാണ് കുളം. ഈ വെള്ളം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇത് പടുത്ത കുളമാണ് കേട്ടോ. ഫുള്ള് പടുത്ത കുളമാണ്. പടുത്ത് വൃത്തിയാക്കിയ കുളമാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മോട്ടോർ പേരുണ്ട്. പിന്നെ ഇതിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്, വീടുകൾ. അല്ല, ഈ പരിസരത്ത് കൂടെ ഈ വീടുകൾ അതിൻ്റെ താഴത്താണ് ഇതിൻ്റെ എൻഡ്. അല്ല, ഇതിൻ്റെ മുൻവശത്തുള്ള കവുങ്ങും തോട്ടാണ് ഈ കാണുന്നത്.
കവുങ്ങുംതോട്ടം 1.60 ബാക്കി 2.40 അങ്ങനെ മൊത്തം 4 ഏക്കറാണ്. കവുങ്ങുംതോട്ടം ഉള്ള കാരണം കൊണ്ട് തന്നെ പള്ളിയിലായതുകൊണ്ട് തന്നെ 2.40 പറമ്പുള്ളൂ. അപ്പം മൊത്തം അതുകൊണ്ട് തന്നെ ഇതിന് 35,000 രൂപയാണ് സെന്റിന് വില പറയുന്നത് ഓണർ. അത് ഇരുന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മുതലാളിനായിട്ട് ഡയറക്റ്റ് എനിക്ക് സംസാരിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ കുളത്തിൻ്റെ അവിടെയുള്ള ആ പമ്പ് സെറ്റും അതേപോലെ കുളമാണ് കേട്ടോ. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇത്. പല സംഭവത്തിനും പറ്റും. പ്ലോട്ട് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത്രയും പറ്റുന്ന സ്ഥലമാണ്. നിറച്ച് വീട് 4 ഭാഗത്താണ്. ഇതൊക്കെ വീടുകൾ 4 ഭാഗത്തുള്ളതാണ്. പിന്നെ ബസ് വന്ന് തിരിക്കുന്ന സ്ഥലമാണ്. പൂതക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പൂതക്കാട് ബസ് വന്ന് തിരിക്കുന്ന സ്ഥലമാണ്. കണ്ടോ, കറണ്ട് സൗകര്യങ്ങളുണ്ട്. കണ്ടോ, കുളമാണത്. ഇതിൻ്റെ ഗേറ്റ് അവിടുന്ന് ബസ് റൂട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ നമ്മളെ തോട്ടത്തിൻ്റെ അതിരിൽ കൂടെ ഉള്ള വീടുകളാണ് കേട്ടോ. കണ്ടോ, അതാണല്ലോ ആ കാണുന്നത്. അവിടെ അതിർത്തിയാണ് നമ്മളെ. കണ്ടോ, 4 ഭാഗത്തും വീടാണ്. ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പെരയുടെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി പോകാൻ വേണ്ടി പറ്റിയ റോഡ് ആണ്. ഇത് നമ്മള് ബസ് റൂട്ടിലാണ് ഇതിൻ്റെ ഗേറ്റ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ, അതാണ് ബസ് റൂട്ട്. ഗേറ്റാണ് കാണുന്നത്. പരിസരത്തെ വീടുകളാണതൊക്കെ. ഗേറ്റ് മുതൽ നമ്മളെ സ്ഥലം തുടങ്ങുകയാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെയാണ് കയറി കഴിഞ്ഞാൽ നിറയെ വീടാണ്. ഇതൊക്കെ വീടുകളാണ്. ആ ഭാഗത്തും വീടുകളാണ് നിറയെ. ഇതാണ് നമ്മുടെ സ്ഥലം. ഈ മതിൽക്കെട്ടുണ്ടോ, ഈ ബോർഡ് എഴുതിയ മതിൽക്കെട്ട്, ആ ഗേറ്റിൻ്റെ കുറ്റി വരെ നമ്മുടെ സ്ഥലമാണ്. ആവശ്യമുള്ള ആളുകൾ വിളിച്ചോളി. ബസ് വന്ന് തിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത് ആ വളവിലാണ്. താമസക്കാർക്കും പറ്റും, തോട്ടമായിട്ട് ഉപയോഗിക്കാം. തെങ്ങ്, കവുങ്ങ്, ജാതിയൊക്കെ വെക്കാം. വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ കുറച്ച് ഭാഗം വാണ്ടിച്ച ബാക്കിയുള്ളത് പ്ലോട്ട് ചെയ്ത് വിറ്റാലും മറ്റേ കൊടുത്ത കാശും ലാഭം കിട്ടും. ഇൻഷാ അല്ലാഹ് വിളിക്കും കേട്ടോ. ശരി.